എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം മെയ്ഡ് റെമഡിയാണ്. പപ്പായ ഇലയുടെ തളിരിലയുടെ നീരെടുക്കുക. അത് ഡെങ്കിപ്പനി മൂലമുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവിനെ സഹായിക്കുന്നത് എങ്ങനെയാണ്. ഇതെൻ്റെ സ്വന്തം അനുഭവം എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 തളിരിലയാണ് പപ്പായായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. ഇനി ആ ചെറിയ പാത്രത്തിലേക്ക് നമ്മുടെ ഇല ഇട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ വെള്ളമെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഇല ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് വെള്ളത്തിൽ ഇട്ടിട്ടൊന്നും നമ്മൾക്കത് വാട്ടിയെടുക്കാൻ കഴിയില്ല. അത് ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇതേമാതിരി ഡെങ്കിപ്പനി ഒന്ന് പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവായി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളിത് ചെയ്തു. അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടി. പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഗുളികയും ചേർത്ത് കഴിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടവേള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മൾ ഗുളിക കഴിക്കുക, എന്നിട്ട് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇല നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമ്മളത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഞവണ്ടി നമുക്കതൊന്ന് നീരെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് കഞ്ഞിവെള്ളമാണ് ചേർത്തിട്ട് പിഴിയുന്നത്. പഞ്ചസാര ഉപ്പൊന്നും നമ്മളിതിൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. കുടിക്കാനൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും, എന്നാലും വേണ്ടില്ല, നമ്മളത് കുടിച്ച് നോക്കുക. നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഞവണ്ടി പിഴിഞ്ഞാൽ അതൊരു 1.5 സ്പൂണ് നീര്, അതാണ് ഒരു നേരം നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ ഡെങ്കിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കഴിച്ചിട്ട് വീട്ടിലിരിക്കരുത്. ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി അവരുടെ മരുന്നും കഴിക്കുക. ഇത് പ്ലേറ്റ്ലെറ്റ് വർദ്ധിക്കുന്നതായിട്ട് ആണ് ഈ പപ്പായയുടെ നീര്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇങ്ങനെയാണ് കുടിക്കാൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കുട്ടികൾക്കൊന്നും കൊടുക്കരുത്. അതേമാതിരി ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും ഇത് കൊടുക്കാൻ പാടില്ല. ഇത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെങ്കി മൂലം ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവിന് വളരെ സഹായമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കരുതുന്നു. താങ്ക് യു.